നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ ഈ ഒരു ആൾക്കാരുടെ പാസഞ്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മൂവ്മെൻറ്റ് ഏറ്റവും കൂടുതൽ നടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള 14ാമത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു വർക്കല റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അത്രയും ബിസി ഈ ഒരു സ്റ്റേഷനിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വർക്കല ടൂറിസം മേഖലയെ ബന്ധപ്പെട്ടിട്ടുള്ള തിരക്ക് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ട്രെയിനിൽ വരികയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റ് നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇതൊരു ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷനായി. കേരളത്തിലെ 14ാമത്തെ ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു വർക്കല ശിവഗിരി. ഞാൻ ഈ ഒരു വർക്കല റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ആ ഒരു യാത്രാ വീഡിയോ ആയിരിക്കും നിങ്ങളിന്ന് കാണുന്നത്. ഏത് വണ്ടിക്കാണ് പോകുന്നത് വെച്ചാൽ നമ്മുടെ കൊല്ലത്തുനിന്ന് നാഗർകോവിലേക്ക് പോകുന്ന ഒരു പാസഞ്ചർ ഉണ്ട്. ഇപ്പോൾ 4 മണിയാവാനായി, 3:55 4:03 അതിവിടെ എത്തും. കൊല്ലം നാഗർകോവിൽ പാസഞ്ചർ. അതിന് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് 2ാമത്തെ പ്ലാറ്റ്ഫോമിലായിരിക്കും വണ്ടി വരിക. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇവിടെയാണ്. ഇനി പുതിയ കെട്ടിടം വന്നാൽ എല്ലാം അടിപൊളിയാവുമായിരിക്കും. മുഖച്ഛായ തന്നെ മാറും എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ മാറും. ഇവിടെയൊക്കെ പ്ലാറ്റ്ഫോമിൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കുക. മൊത്തം ഷീറ്റുകളൊക്കെ ഇട്ടിട്ട് 2005 വരെ ഈ ഒരു സ്റ്റേഷൻ്റെ പേര് വർക്കല റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. വർക്കല ശിവഗിരി എന്നുള്ള ആ ഒരു പേരുണ്ടായിരുന്നില്ല. വർക്കല റെയിൽവേ സ്റ്റേഷൻ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിക്ക് ശേഷം അദ്ദേഹത്തോടുള്ള ഒരു ആദരസൂചകമായിട്ടാണ് ഈ ഒരു വർക്കല റെയിൽവേ സ്റ്റേഷന് വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ എന്ന പേര് നൽകിയത്. ശിവഗിരി എന്ന് ഒരു വർക്കലയുടെ കൂടെ കൂട്ടിച്ചേർത്തു വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ എന്നാക്കി മാറ്റി. ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് VAK എന്നാണ്. VAK വാക്ക്. അതുപോലെ തന്നെ 3 പ്ലാറ്റ്ഫോമാണുള്ളത്. 3 പ്ലാറ്റ്ഫോമുകളിലായിട്ട് 4 ട്രാക്കാണുള്ളത്. ഒരു ട്രാക്കില്ലാതെ അവിടെ ഒരു LHB കോച്ച് റേക്ക് അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അത് ഏത് വണ്ടിയുടെയാണെന്ന് നമുക്ക് അപ്പുറം പോയിട്ട് നോക്കാം. നമുക്ക് FOB കയറിയിട്ട് 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. അവിടെ ആയിരിക്കും മിക്കവാറും നമ്മുടെ വണ്ടി വരുന്നത്. 126-24 നമ്പർ MGR ചെന്നൈ സെൻട്രൽ മെയിൽ വരുന്നുണ്ട്. ഒരു WP7 ഈ റോഡിൻ്റെ ലോക്കോ. ഡെയിലി സർവീസ് നടത്തുന്ന ഈ ഒരു MGR ചെന്നൈ സെൻട്രൽ മെയിൽ നമ്മുടെ തിരുവനന്തപുരം സെൻട്രിൽ നിന്ന് വൈകുന്നേരം, എല്ലാ ദിവസവും വൈകുന്നേരം 3 മണിക്ക് എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ 7:45 ആവുന്ന സമയത്ത് ചെന്നൈയിലെത്തും കേട്ടോ. ഈ വണ്ടിയുടെ നെയിം ബോർഡ് നിങ്ങൾ കണ്ടോ? കോയമ്പത്തൂർ MGR ചെന്നൈ സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ. തിരുവനന്തപുരത്ത് നിന്ന് MGR ചെന്നൈ സെൻട്രൽ വരെ പോകുന്നത് 126-24 നമ്പറാണ്. അതുപോലെ 126-73 നമ്പറായിട്ട് MGR ചെന്നൈ സെൻട്രിൽ നിന്ന് കോയമ്പത്തൂരിലേക്കും, കോയമ്പത്തൂരിൽ നിന്ന് MGR ചെന്നൈ സെൻട്രലിലേക്കും ചേരൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇല്ലേ, ആ വണ്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ആ വണ്ടിയായിട്ട് പോകുന്നത് ഈ വണ്ടി തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ ചെന്നൈ മെയിലിൻ്റെ റേക്ക് വെച്ചിട്ടാണ് ഈ ചേരൻ സൂപ്പർ ഫാസ്റ്റ് ഇവർ ഓടിക്കുന്നത്. നേരത്തെ ഇവിടെ ഒരു LHB റേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് 163-32 നമ്പർ തിരുവനന്തപുരം മുംബൈ CSMT എക്സ്പ്രസ് ആണ്. ഇത് വീക്കിലി വണ്ടിയാണ്. ശനിയാഴ്ച ദിവസം മാത്രം സർവീസ് നടത്തുന്ന വണ്ടിയത്. ഇതിവിടെ റേക്ക് വർക്കല കൊണ്ടിട്ടിട്ടുള്ളത്. തിരുവനന്തപുരം സ്ഥലമില്ലാത്തതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എടുക്കുന്ന വണ്ടിയാണിത്. തിരുവനന്തപുരം സെൻട്രൽ ടു CSMT. ഈ വണ്ടി നമ്മുടെ തിരുവനന്തപുരം ഡിവിഷൻ്റെ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വൃത്തിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് AC 3 ടയർ എക്കോണമിയാണ്, M3 കോച്ചായത്. പുറത്തുകൂടെയൊക്കെ ചെറിയ ചെറിയ അപാകതകളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ആലപ്പുഴ ധൻബാദൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ വണ്ടികളൊക്കെ സ്വർഗ്ഗ. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വണ്ടി അത്യാവശ്യം അവർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. നമ്മുടെ കൊല്ലം നാഗർകോവിൽ പാസഞ്ചറിന് കയറാൻ വേണ്ടിയിട്ട് ഏകദേശം ആൾക്കാരുണ്ട് കേട്ടോ.
നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു AC എക്കണോമി കോച്ചില്ലേ, 2021 മെയ്ഡ്, ഇത് ശരിക്കും ഈ കോച്ച് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതുണ്ടോ, കോച്ച് എംബാർക്ക്ഡ് ഫോർ ട്രെയിൻ നമ്പർ 126-17/18. അത് നമ്മുടെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിൻ്റെ നമ്പറാണ്. ആ ഒരു മംഗള ലക്ഷദ്വീപിന് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള LHB കോച്ചാണ് ഈ കോച്ച്. ഇതെടുത്തിട്ട് എന്നിട്ട് നമ്മുടെ തിരുവനന്തപുരം CSMT എക്സ്പ്രസ്സിനാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ കുറേ വണ്ടിക്ക് ഉണ്ടാവും. ആ ഒരു മാർക്കിങ് എല്ലാ വണ്ടിക്കും ഉണ്ടാവാറില്ല കേട്ടോ. ചില കോച്ചുകൾക്ക് അവരിങ്ങനെ അടിച്ചു കൊടുക്കാറുണ്ട്, ചിലതിനെ കാണാറുള്ളൂ. അപ്പുറത്തേന് ഉണ്ടോ നോക്കട്ടെ ഞാൻ. ഇതുണ്ടോ, അതിന് തൊട്ട് പുറകിലുള്ള കോച്ചും എക്കണോമി കോച്ചാണ്. ആ കോച്ചിൻ്റെ ഇതിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ല, ഒന്നും കാണാനില്ല. കണ്ടോ, പ്ലാറ്റ്ഫോം നമ്പർ 1 ഇപ്പോൾ മറ്റേ നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് വരും. അത് അങ്ങ് ദൂരേന്ന് വരുന്നുണ്ട്. റെയിൽവേ ഇങ്ങനെ ഇട്ട് പണി കൊടുക്കുന്നൊരു വണ്ടിയായത്. കുറേ ഓവർടേക്കും അതും ഇതും ഒക്കെ കിട്ടുന്നൊരു വൃത്തികെട്ട വണ്ടിയായി ഈ ഒരു നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ്. അത് അങ്ങ് ദൂരേന്ന് വരുന്നുണ്ട്. ഒരു WP4 അതിൻ്റെ ലോക്കോ. നമ്മുടെ കൊല്ലം നാഗർകോവിൽ പാസഞ്ചറും വരുന്നുണ്ട്. 2 വണ്ടി ഒരുമിച്ചാണല്ലോ വരുന്നത്. നമ്മുടെ വണ്ടിക്കും ഒരു WP4 ആണ് ലോക്കോ. ഏതിൻ്റെയാ? ഈ റോഡിൻ്റെ EDLS അല്ലേ? അതെ, ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ ഒരു WP4. ഇതിൽ സ്ലീപ്പർ കോച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയായത്. അത് ഞാൻ വണ്ടിയിൽ കയറിയിട്ട് ഞാൻ പറയാവേ. ഇപ്പോൾ ഉള്ളത് മൊത്തം ജനറൽ കോച്ചാണ്. നമുക്ക് സ്ലീപ്പറിലും ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് തന്നെ കയറാം. നമ്മുടെ വണ്ടി കൃത്യം 1 മിനിറ്റ് നിർത്തിയ ശേഷം ഇവിടെ നിന്ന് ഡിപ്പാർട്ടായി വർക്കലയിൽ നിന്ന്. കോട്ടയം നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് ഇവിടെ നിൽക്കുന്നത്രേ. അപ്പോൾ ടാറ്റ ബൈ ബൈ വർക്കല. ഇനി വരുമ്പോൾ കാണാം. കൊല്ലം നാഗർകോവിൽ പാസഞ്ചറിൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പായ കടക്കാവൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ആധാരം എഴുത്ത് ഓഫീസൊക്കെ ഉണ്ട് അവിടെ. ഈ വണ്ടി പാസഞ്ചർ ആണെങ്കിൽ എല്ലാ സ്ഥലത്തൊന്നും സ്റ്റോപ്പില്ല കേട്ടോ. നമ്മുടെ വർക്കലയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കടക്കാവൂർ, ചെറിയൻകീഴ്, കഴക്കൂട്ടം, തിരുവനന്തപുരം നോർത്ത്, അതായത് നമ്മുടെ കൊച്ചുവേളി, പിന്നെ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ, ഇത്രയും സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. പാസഞ്ചറാണെന്ന് പറഞ്ഞാലും കുറച്ച് സ്പീഡൊക്കെ ഉണ്ട്. നമ്മുടെ ഈ വണ്ടിക്ക് സ്ലീപ്പർ കോച്ചുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് വേറെ 3 വണ്ടികളായിട്ട് ഈ ഒരു വണ്ടിക്ക് റേക്ക് ഷെയറിംഗ് ഉണ്ട്. ഈ ഒരു കൊല്ലം നാഗർകോവിൽ പാസഞ്ചറിന്. അതിൽ ഒന്നാമത്തെ വണ്ടി എന്ന് വെച്ചാൽ ചെമ്മൊഴി എക്സ്പ്രസ് ആണ്. നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് ഓവർനൈറ്റ് വണ്ടിയുണ്ട് മന്നാർഗുഡിക്ക്. കോയമ്പത്തൂർ മന്നാർഗുഡി ചെമ്മൊഴി എക്സ്പ്രസ് പറഞ്ഞിട്ട് ഒരു ഓവർനൈറ്റ് വണ്ടി. ആ ഒരു വണ്ടിയായിട്ടും പിന്നെ നാഗർകോവിലിൽ നിന്ന് കോയമ്പത്തൂർ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ആയിട്ടും പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചി പോകുന്ന ഒരു പാസഞ്ചറായിട്ടും ഈ വണ്ടിക്ക് റേക്ക് ഷെയറിംഗ് ഉണ്ട്. നമ്മുടെ ചെമ്മൊഴി എക്സ്പ്രസ് പോകുന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ട്രിച്ചിയിൽ പോയിട്ട് അവിടുന്ന് തഞ്ചാവൂർ നിതമംഗലം ജംഗ്ഷൻ വഴിയാണ് മന്നാർഗുഡിക്ക് പോകുന്നത്. ഈ ഒരു 3 വണ്ടികളായിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട്.
നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് S7 കോച്ചിലാണ്, സ്ലീപ്പർ. ഈ ഒരു കോച്ച് നിർമ്മിച്ചത് നമ്മുടെ റെയിൽ കോച്ച് ഫാക്ടറിയാണ്. കപൂർത്തലയിലുള്ള റെയിൽ കോച്ച് ഫാക്ടറി നിർമ്മിച്ച കോച്ചാണിത്. 2010 നിർമ്മിച്ചാണ് ഈ ഒരു കോച്ച്. RCF നിർമ്മിക്കുന്ന കോച്ചുകളും കാര്യങ്ങളൊക്കെ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല ലുക്കാക്കും കേട്ടോ അവർ. ഇതുണ്ടോ ഈ ഒരു ഡിസൈനും ഈ ഒരു പാറ്റേൺ കൊടുത്തിട്ട് നല്ല ഒരു ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് സ്റ്റോപ്പായ ചിറയൻകീഴിലെത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ചെമ്മൊഴി എക്സ്പ്രസ്സും പിന്നെ മറ്റേ നാഗർകോവിലിൽ നിന്ന് കോയമ്പത്തൂർ പോകുന്ന സൂപ്പർ ഫാസ്റ്റും രണ്ടും ഓവർനൈറ്റ് ട്രെയിനാണ്. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിക്ക് സ്ലീപ്പർ കോച്ചുകൾ വരാനുള്ള കാരണം. സ്ലീപ്പർ വന്നതുകൊണ്ട് വേറൊരു ഗുണമായി നമുക്ക് ഈ ഒരു പാസഞ്ചറിന് സ്ലീപ്പറിൽ കയറാൻ വേണ്ടി പറ്റും, ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് തന്നെ. ആകാശമൊക്കെ ഇങ്ങനെ മഴക്കാറ് പിടിച്ചതുപോലെ ഉണ്ടല്ലോ. മഴ പെയ്യോ? നമ്മുടെ കന്യാകുമാരി ട്രിപ്പ് മഴയിൽ കുളിക്കുവോ? മഴ പെയ്യട്ടെ, ചൂടൊക്കെ ഒന്ന് കുറയല്ലോ. നമ്മൾ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റേ ഇൻസ്പെക്ഷൻ കാറാ. ഇവിടെ ഏതോ വണ്ടിയുടെ റേക്ക് ഉണ്ടല്ലോ, ഏതാ നോക്കട്ടെ. നമ്മുടെ മാവേലി എക്സ്പ്രസിന്റെ റേക്കാട്ടാ. ഇത് ഇവിടെയാണോ കൊണ്ടിടുന്നത് ഇവന്മാര്? തിരുവനന്തപുരത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ കഴക്കൂട്ടം കൊണ്ടിടുന്നതെന്ന് തോന്നുന്നു റേക്ക്. ഈ വണ്ടി നമ്മൾ മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന വണ്ടി തന്നെയാണ്, ആ റേക്ക് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. S8 2014 മീഡ. ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതേ കോച്ചാണ് കാണുന്നത്. നമ്മൾ വന്ന റേക്ക് തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ കൊണ്ടിട്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു പാസഞ്ചർ ഡെയിലി സർവീസ് നടത്തുന്ന വണ്ടിയാണ്. കൊല്ലം ജംഗ്ഷനിൽ വൈകുന്നേരം 3:35 എടുത്തിട്ട് വൈകുന്നേരം 7:25 ആവുന്ന സമയത്ത് നാഗർകോവിൽ ജംഗ്ഷനിൽ എത്തും ഈ വണ്ടി. ഏകദേശം 140 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് 3 മണിക്കൂറും 50 മിനിറ്റുമാണ് ഈ വണ്ടി എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 20 സ്റ്റേഷനിലാണ് ഈ ഒരു വണ്ടിക്ക് ഹോൾട്ട് ഉള്ളത്, നമ്മുടെ കൊല്ലം തൊട്ട് നാഗർകോവിൽ വരെ. നമ്മൾ ഇന്ന് രാവിലെ എപ്പോഴാണ് കണ്ട ഈ വണ്ടി? ഇന്ന് ഏതോ വണ്ടിക്ക് കയറി വന്ന ലോക്കോയാ അത്, WP5 വഡോദരയുടെ. ആ ഒരു ലോക്ക് ഏതിനാ വന്നതെന്നറിയാം? നമ്മുടെ CSMT തിരുവനന്തപുരം വരുന്ന എക്സ്പ്രസ് ഇല്ലേ, ആ വണ്ടി കയറിയിട്ടാണ് ആ ഒരു WP5 വന്നത്. നിങ്ങൾ വർക്കലയുടെ വീഡിയോയിൽ ആ ലോക്കോ ആ ഒരു ട്രെയിൻ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ വണ്ടി നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് മൈസൂർ പോകുന്ന മൈസൂർ എക്സ്പ്രസ് ആണേ. നമ്മുടെ തിരുവനന്തപുരം ഡിവിഷൻ്റെ വണ്ടിയായത്.
മോഡൽ WP7 ആയിരുന്നേ. അത് ഇങ്ങ് അടുത്തെത്തിയപ്പോഴേ ഞാൻ കണ്ടേ. അത് ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ ഓൺ ചെയ്തപ്പോഴേക്കും ആ ലോക്കോ കടന്നുപോയി. അതാ പറ്റിപ്പോയേ. നമ്മൾ അടുത്ത സ്റ്റേഷനായ തിരുവനന്തപുരം നോർത്തിലെത്തി, നമ്മുടെ പഴയ കൊച്ചുവേളി. ഈ തിരുവനന്തപുരം നോർത്ത്, അതായത് നമ്മുടെ പഴയ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഒരു സാറ്റലൈറ്റ് റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ മെയിൻ റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിനിൻ്റെ ട്രാഫിക്കും പാസഞ്ചേഴ്സിൻ്റെ തിരക്ക് കുറക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കൊച്ചുവേളിയിൽ ഈ ഒരു സ്റ്റേഷൻ നിർമ്മിച്ചത്. കൊച്ചുവേളി എന്നിപ്പോൾ പറയാറില്ല അല്ലേ, എല്ലാവരും തിരുവനന്തപുരം നോർത്താക്കി. മെയിൻ സ്റ്റേഷനിലെ യാത്രക്കാരുടെ തിരക്കും ട്രെയിനിൻ്റെ ട്രാഫിക്കൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മെയിൻ സ്റ്റേഷനിൽ നിന്നും കുറച്ച് ദൂരത്തിൽ വേറെ നിർമ്മിച്ചെടുക്കുന്ന സ്റ്റേഷൻസിനെയാണ് ഈ സാറ്റലൈറ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ പഴയ നേമം റെയിൽവേ സ്റ്റേഷൻ ഇല്ലേ, ഇപ്പോഴത്തെ തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, ആ ഒരു സ്റ്റേഷനും ഒരു സാറ്റലൈറ്റ് റെയിൽവേ സ്റ്റേഷൻ പോലെ നിർമ്മിച്ചതാണ്. പക്ഷെ ആ ഒരു സ്റ്റേഷൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊന്നും ഇതുവരെ നമുക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഈ ഒരു തിരുവനന്തപുരം നോർത്തിന് കിട്ടുന്ന പ്രയോറിറ്റിയുടെ ഒരു 10% പോലും നമ്മുടെ തിരുവനന്തപുരം സൗത്ത്, അതായത് പഴയ നേമം റെയിൽവേ സ്റ്റേഷന് കിട്ടുന്നില്ല എന്നാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത്. അത് സത്യം തന്നെയാണെന്ന് തോന്നുന്നു. കാരണം എത്ര വർഷങ്ങളായിട്ട് അത് ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ കുറച്ച് പണികളൊക്കെ തുടങ്ങുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ കേട്ടു, പിറ്റ് ലൈൻ്റെ കാര്യങ്ങളൊക്കെ. എന്താവും എന്നുള്ളത് കണ്ടറിയാം. ഇനി എത്ര കാലം എടുക്കും എന്നുള്ളത്, അതൊക്കെ ആയി വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ വണ്ടി അങ്ങനെ തിരുവനന്തപുരം സെൻട്രലിലെത്തി. കുറച്ച് ഔട്ടറിൽ പിടിച്ചിട്ട് നമ്മളെ കുറച്ച് നേരം. അത് മറ്റേ നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ് 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു ഇന്ന്. അത് നേരെ വന്നിട്ട് പ്ലാറ്റ്ഫോം 1ലേക്ക് കയറ്റി. പിന്നെ നമ്മളിങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലല്ലോ, അത് അപ്പുറത്തെ ലൈനിലേക്ക് കയറിയാലല്ലേ പിന്നെ നമുക്ക് വരാൻ പറ്റൂ. അത് ഡിപ്പാർട്ടായി നമ്മളെ കടന്നു പോയതിന് ശേഷമാണ് ഔട്ടറിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്തത്. എന്നിട്ടിപ്പോൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ ഇറങ്ങട്ടെ. ഇവിടെ ഇപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞു കേട്ടോ. നോക്കിയേ, ആൾക്കാരിങ്ങനെ കയറാൻ ഇങ്ങനെ ഉന്തിത്തള്ളി കയറി. എൻ്റെ കൈയൊക്കെ ആരോ മാന്തി പറിച്ചു ഇറങ്ങുന്ന സമയത്ത്. ഇത് എൻ്റെ കൈയായത്. എന്താ ചെയ്യണ്ട, ആൾക്കാരുടെ തിരക്ക് കണ്ടോ. എല്ലാവരും ഇങ്ങനെ ഒരു സീറ്റ് കിട്ടിയാൽ മതി എന്ന വെപ്രാളത്തിൽ ഇങ്ങനെ കയറുക, ചാടിയങ്ങ് കയറുക ആൾക്കാർ. ഓ ദൈവമേ. ഞാനങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി, പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് ഇവിടെ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ രാത്രി ഇവിടെയാണ് താമസിക്കുന്നത്. ഇന്ന് ഒരു 8 മണി തൊട്ട് രാവിലെ 8 മണി വരെ അതിൻ്റെ ടൈമിങ് റിട്ടയറിംഗ് റൂമിൻ്റെ. അപ്പോൾ 8 മണി വരെ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് കറങ്ങാം. ഞാൻ എടുത്തിരിക്കുന്ന ഡോർമെട്രി ഇതാണേ. DAG 3 നമ്പർ റൂമാണ്, 3-ാം നമ്പർ റൂം. ഇത്തവണ ഞാൻ AC ആണ് എടുത്തത് ഗൈസ്. കഴിഞ്ഞ തവണ ട്രിപ്പ് പോയപ്പോൾ ഈറോഡ് ജംഗ്ഷനിൽ റിട്ടയർ റൂം എടുത്തു, നോൺ AC ആയിട്ട്. എന്നിട്ട് അവിടെ കിടന്നിട്ട് മര്യാദക്ക് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഫാനിൻ്റെ കടകട ശബ്ദമായിട്ട് നിങ്ങളാ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻ്റെ ദൈവമേ, അതുകൊണ്ട് ഇത്തവണ റിസ്ക് എടുക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് AC ഡോർമെട്രി എടുത്തു. എനിക്കിതിന് വൈകുന്നേരം 7 മണി തൊട്ട് രാവിലെ 7 മണി വരെ ആയത് 12 മണിക്കൂറിൻ്റെ സ്ലോട്ടാണ് എടുത്തത്. അതിനാകെ ആയത് 342 രൂപയാണേ. നല്ല അടിപൊളി റൂമാണ്. AC ഒക്കെ കുറച്ച് പഴയതാണെന്ന് തോന്നുന്നു. മര്യാദക്ക് കാറ്റും കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല. കുഴപ്പമില്ല, എന്നാലും അത്യാവശ്യം തണുപ്പുണ്ട്. കുഴപ്പമില്ല, ഒപ്പിക്കാം. പിന്നെ ഒരു ബെഡുണ്ട്. പിന്നെ അവിടുന്ന് ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പുതപ്പ് തന്നിട്ടുണ്ട്. വലിയ ഇതൊന്നും ഇല്ലാത്തൊരു പുതപ്പ്, കുഴപ്പമില്ല, അത് മതി. പിന്നെ ഒരു തലയണയുണ്ട്, സിംഗിൾ ബെഡ്, ഒരു മേശയുണ്ട്, വർക്കിംഗ് ടേബിൾ ഉണ്ട് ഇവിടെ, ഒരു കസേരയും. അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. കൊല്ലം നാഗർകോവിൽ പാസഞ്ചറിന്. ഈ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനി അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നാഗർകോവിലേക്ക് പോകുന്നൊരു പാസഞ്ചർ ഉണ്ട്. ആ ഒരു പാസഞ്ചറിൻ്റെ വീഡിയോ ആയിരിക്കും. അത് അടുത്ത ദിവസം വീഡിയോ ആയിട്ട് ഇടാം. ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.